വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഇട്ടതാണ്. കൂടുതലും ടെസ്റ്റ് നല്ലപോലെ വായിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൻ്റെ പ്രത്യേകത. കാരണം നമ്മുടെ ജീവിതത്തിൽ ദേശീയ ഐക്യം പ്രതിഫലിക്കുന്നുള്ള മലയാളത്തിലെ കവിതകളോ ഗാനങ്ങളോ ഒക്കെ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പിന്നെ നമ്മുടെ ഫെസ്റ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ നമ്മുടെ മാറ്റങ്ങൾ എന്തെല്ലാം, നവമാധ്യമങ്ങളുടെ വികാസം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഭക്ഷണം, വസ്ത്രം എന്നിവയെ സ്വാധീനിക്കുന്നുണ്ടോ, സംസ്കാരം പ്രതീകാത്മകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളാണ്. നിങ്ങൾ പഠിച്ച ചില സാംസ്കാരിക ആചാരങ്ങളെക്കുറിച്ച് എഴുതാനും കേട്ടോ, എന്തെല്ലാം നമുക്കറിയാവുന്ന ആചാരങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്കൂളിൽ ഓണാഘോഷത്തിന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ പ്രത്യേകത. എന്നാലും ഞാൻ അതിനകത്ത് നിന്ന് കുറേയൊക്കെ നോട്ടുകൾ നോക്കിയെടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മളൊരു ലിങ്ക് ഇട്ടതാണ്, എന്നാലും കുറേ കൂടെ വൺ വേഡ് ക്വസ്റ്റ്യനുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ, ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് ദ ബുക്ക് ബൈ ജവഹർലാൽ നെഹ്റു ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ? ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, പുസ്തകത്തിൻ്റെ പേര് ഡിസ്കവറി ഓഫ് ഇന്ത്യ. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നാം പഠിക്കുന്നത് അതിൻ്റെ പ്രക്രിയ എന്താണ്? സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നാം പഠിക്കുന്ന പ്രക്രിയ എന്താണ്? വാട്ട് ഈസ് ദ ലേണിംഗ് പ്രോസസ്സ് ത്രൂ വിച്ച് വി ലേൺ ടു ബിഹേവ് ആൻഡ് ഇൻ്ററാക്ട് ഇൻ സൊസൈറ്റി? ഇൻ്ററാക്ട് ഇൻ സൊസൈറ്റി, സോഷ്യലൈസേഷൻ എന്നാണ് കേട്ടോ. സാമൂഹ്യവൽക്കരണം, സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം. വിശ്വാസങ്ങളും ആശയങ്ങളും പോലുള്ള സംസ്കാരത്തിൻ്റെ അമൂർത്തമായ ഇൻടാഞ്ചിബിൾ എന്നാണ് കേട്ടോ. അമൂർത്തമായ ഘടകങ്ങൾക്കുള്ള പദം എന്താണ്? What is the term for intangible components of a culture like belief and ideas? Non-metallic culture, അഭൗതിക സംസ്കാരം എന്നാണ് കേട്ടോ. മെറ്റാലിക് കൾച്ചറും നോൺ മെറ്റാലിക് കൾച്ചറും നമ്മൾ പഠിച്ചതാണ്. അപ്പം ഭക്ഷണവും വസ്ത്രങ്ങളും പോലെയുള്ള സംസ്കാരത്തിൻ്റെ അമൂർത്തമായ ഘടകങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം മെറ്റാലിക് കൾച്ചർ എന്നാണ്, ഭൗതിക സംസ്കാരം. വാട്ട് ഈസ് ദ ടേം ഫോർ ടാഞ്ചിബിൾ കോമ്പോണൻസ് ഓഫ് കൾച്ചർ ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്തിങ് കേട്ടോ. ഒരു സംസ്കാരത്തിൻ്റെ തനതായ വശങ്ങൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് വ്യാപിക്കുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു സംസ്കാരത്തിലെ തനതായ വശങ്ങൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് വ്യാപിക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? വാട്ട് ഈസ് ദ സ്പ്രെഡ് ഓഫ് യുണീക്ക് ആസ്പെക്ട്സ് ഓഫ് ദ കൾച്ചർ ഇൻ ടു അനദർ? എന്താ പറയുന്നത്? സാംസ്കാരിക വ്യാപനം. സാംസ്കാരിക വ്യാപനം അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫ്യൂഷൻ. എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു വരി എഴുതണം കേട്ടോ. നമ്മളതല്ലാതെ തന്നിട്ടുണ്ട്. ഇത് ഒരു മാർക്കിൻ്റെയാണ്, 5 എണ്ണം. ഓക്കെ ആണോ? അടുത്ത 6ാമത്തെ ചോദ്യം, ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ, നോക്കണേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ ഭാഗമായി മാറുകയും അതിലെ പല തനത് ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്ന സാംസ്കാരിക മാറ്റം എന്താണ്? വാട്ട് ഈസ് ദ പ്രോസസ് വെയർ വൺ കൾച്ചർ ഫുള്ളി അബ്സോർബ്ഡ് ഇൻ ടു എ ഡൊമിനൻ്റ് കൾച്ചർ? എന്താണ്? കൾച്ചറൽ അസിമിലേഷൻ ആണ് കേട്ടോ. സാംസ്കാരിക സങ്കലനം, സ്വാംശീകരണം എന്നൊക്കെ പറയും. സങ്കലനം, സ്വാംശീകരണം കേട്ടോ. അസിമിലേഷൻ, സാംസ്കാരിക സങ്കലനം. അറിവ്, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ആചാരം എന്നിവ ഉൾപ്പെടുത്തി സങ്കീർണമായ ഒരു പൂർണ്ണതയാണ് സംസ്കാരം എന്ന് നിർവചിച്ചത് ആരാണ്? അറിവ്, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ആചാരം എന്നിവ ഉൾപ്പെടുന്ന സങ്കീർണമായ ഒരു പൂർണ്ണതയാണ് സംസ്കാരം എന്ന് നിർവചിച്ചത് E.B. ടൈലർ ആണ് കേട്ടോ. ഹു ഡിഫൈൻഡ് കൾച്ചർ ആസ് ദാറ്റ് കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ്സ് നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോയെ, കസ്റ്റം. ഇങ്ങനെ പറയുന്നത് E.B. ടൈലർ. സ്പെല്ലിംഗ് ഒന്ന് നോക്കണേ. മിലേ സുർ മേര എന്ന ഗാനം ഊന്നി പറയുന്നത് എന്താണ്? മിലേ സുർ മേര എന്ന ഗാനം ഊന്നി പറയുന്നത് എന്താണ്? നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയമാണ് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കണേ. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇന്ത്യയെ വിവരിക്കുമ്പോൾ സൂചിപ്പിക്കാത്തൊരു വൈവിധ്യമുണ്ട്. ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ
ഇന്ത്യയെ വിവരിക്കുമ്പോൾ സൂചിപ്പിക്കാത്ത ഒരു വൈവിധ്യമുണ്ട്, ഒരു ഡൈവേഴ്സിറ്റി. ഏതാ പറഞ്ഞാൽ മതങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അദ്ദേഹം മതങ്ങളെക്കുറിച്ച് അത് പറഞ്ഞിട്ടേയില്ല കേട്ടോ. വിവരിക്കുമ്പോൾ സൂചിപ്പിക്കാത്തത് മതങ്ങളെക്കുറിച്ചാണ് കേട്ടോ. റിലീജിയൻ 9. 10ാമത്തത് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 5 എണ്ണം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ്. കൾച്ചർ ഷെയർ ആണ്, കൾച്ചർ ഈസ് സിംബോളിക്കാണ്, കൾച്ചർ ഈസ് ഡൈനാമിക്കാണ്. സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്, സംസ്കാരം പ്രതീകാത്മകമാണ്, സംസ്കാരം ചലനാത്മകമാണ് കേട്ടോ. എന്താണ് കൾച്ചറേഷൻ എന്നാൽ എന്താണ്? എന്നാണ് കേട്ടോ. കൾച്ചറേഷൻ. സംസ്കാരമാർജിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മാർക്കിന് ചോദിച്ചാൽ ഒരു വ്യക്തി തൻ്റെ സ്വന്തം സംസ്കാരം പഠിക്കുകയും ശീലമാക്കുകയും ചെയ്യുന്നതാണ് സംസ്കാരമാർജിക്കൽ എന്ന് പറയുന്നത്. എൻകൾച്ചറേഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ലേണിംഗ് ആൻഡ് ഹാബിച്വലൈസിങ് their ഓൺ കൾച്ചർ. എൻകൾച്ചറേഷൻ എന്നാൽ എന്താണ്? ഓക്കെ ആണോ? ഇനി കൾച്ചർ ഈസ് സിംബോളിക്കാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാവും നിങ്ങൾ? സംസ്കാരം പ്രതീകാത്മകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സംസ്കാരം പ്രതീകാത്മകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ്സുകൾ ആൻഡ് സോ ഓൺ ഇവോക്ക് എ ഫീലിംഗ് ഓഫ് നാഷണലിസം ഇൻ അസ്. നാഷണലിസം റെപ്രസെൻറ്റ്സ് പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ യൂണിറ്റി. നമ്മുടെ ദേശീയ ഗാനം അല്ലെ ദേശീയ പതാക, ദേശഭക്തി ഗാനങ്ങൾ തുടങ്ങിയവ നമ്മളിൽ ദേശീയതയുടെ ഒരു വികാരം തന്നെ ഉണർത്തുന്നുണ്ട് അല്ലേ. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും നാഷണലിസം റെപ്രസെൻ്റ് ചെയ്യുന്നത് പാട്രിയോട്ടിക് കേട്ടോ. പിന്നെന്താ? പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ യൂണിറ്റി ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ്സ് ആൻഡ് സോ ഓൺ ഇവോക്ക് എ ഫീലിംഗ് ഓഫ് നാഷണലിസം ഇൻ അസ്. നാഷണലിസം റെപ്രസെൻറ്റ്സ് പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ യൂണിറ്റി. ദേശീയ ഗാനം, ദേശീയ പതാക, ദേശഭക്തി ഗാനങ്ങൾ തുടങ്ങിയവ നമ്മളിൽ ദേശീയതയുടെ ഒരു വികാരം ഉണർത്തുന്നു. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. 12. ഓക്കെ. 13ാമത്തെ ചോദ്യം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്താണ്? അക്കോർഡിംഗ് ടു ജവഹർലാൽ നെഹ്റു, വാട്ട് ഈസ് ഇന്ത്യാസ് ട്രൂ സ്ട്രെങ്ത്? According to Jawaharlal Nehru, what is India's true strength? According to Nehru, India's true strength lies in its ability to embrace difference and find unity in diversity. നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്, ട്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും എബിലിറ്റി ടു എംബ്രാസ് ഡിഫറൻസ് ആൻഡ് ഫൈൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്താനുമുള്ള കഴിവിലാണ്. വാട്ട് ആർ 2 മെയിൻ കോമ്പോണൻസ് ഓഫ് എ കൾച്ചർ? നമ്മുടെ സംസ്കാരത്തിൻ്റെ 2 പ്രധാന ഘടകങ്ങൾ, കോമ്പോണൻസുകൾ എന്തെല്ലാമാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. 1 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് എഴുതണം. കൾച്ചർ ഹാസ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കോമ്പോണൻസ് കേട്ടോ. കോമ്പോണൻസ് ആണ് ഘടകങ്ങൾ. സംസ്കാരത്തിൻ്റെ 2 സംസ്കാരത്തിന് ഭൗതികമെന്നും അഭൗതികമെന്നും ഘടകങ്ങളുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെയാണ് എന്താണ് ഈ സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്നാൽ എന്താണ്? ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കിയെടുത്ത് തന്നേക്കുന്നത്. സോഷ്യലിസം ഈസ് എ ലേണിംഗ് പ്രോസസ്സ് ത്രൂ വിച്ച് പീപ്പിൾ ലേൺ ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് വിത്തിൻ ദെയർ സൊസൈറ്റി. സാമൂഹ്യവൽക്കരണം എന്നത് ആളുകൾക്ക് അവരുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും ഇടപഴകണമെന്നും പഠിക്കാൻ സഹായിക്കുന്ന ഒരു പഠന പ്രക്രിയയാണ്. സാമൂഹ്യവൽക്കരണം എന്നത് ആളുകൾക്ക് അവരുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും ഇടപഴകണമെന്നും പഠിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന പഠന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. 15. അടുത്ത വാട്ട് ഈസ് കൾച്ചറൽ ഡിഫ്യൂഷൻ?
കൾച്ചറൽ ഡിഫ്യൂഷൻ. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിക്കുന്നത് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഈ സംസ്കാരത്തിൻ്റെ മാറ്റങ്ങൾ എന്താണ്. ഈ രണ്ടെണ്ണമാവും ഞങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ മാറ്റങ്ങളിൽ വരുന്നതാണ് ഏതാ, ഈ ഡിഫ്യൂഷന് കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വാട്ട് ഈസ് കൾച്ചറൽ ഡിഫ്യൂഷന്, സംസ്കാരത്തിൻ്റെ മാറ്റങ്ങൾ, സാംസ്കാരിക മാറ്റങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നുള്ള ടെസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണം കേട്ടോ. സംസ്കാരത്തിൻ്റെ ആദ്യം കുറേ പറയുന്നത് സാംസ്കാരിക സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ആദ്യത്തെ കുറേ നമ്മൾ ഇതുവരെയും പറഞ്ഞത്. ഇനി ഈ സാംസ്കാരിക മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ള കാര്യങ്ങളായി പറയുന്നതെല്ലാം. ഒന്നാമത്തെയാണ് സാംസ്കാരിക വ്യാപനം, കൾച്ചറൽ ഡിഫ്യൂഷൻ. എന്താണ്, വിവിധ സംസ്കാരങ്ങൾ സൗഹാർദ്ദപരമായിട്ട് ഇടപഴകുമ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ തനതായ വശങ്ങൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. അതായത് വിവിധ സംസ്കാരങ്ങൾ, പല സംസ്കാരങ്ങളുണ്ടല്ലോ പല സ്ഥലങ്ങളിൽ, ഇത് സൗഹാർദ്ദപരമായിട്ട് ഇടപഴകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനതായ വശങ്ങൾ, അവിടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്നു അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറ്റൊരു സംസ്കാരത്തിലേക്ക് അത് വ്യാപിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ, വ്യാപനം, കൾച്ചറൽ ഡിഫ്യൂഷൻ, സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് ദ സ്പ്രെഡ് ചെയ്യുക of unique aspects of one culture into another, which occurs when different cultures interact in a friendly manner. കേട്ടോ, നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുമ്പം നമ്മൾ അവിടെ എങ്ങനെ ആഘോഷിക്കുന്നു അത് തന്നെ. ഇപ്പം നമ്മൾ ഹോളി ഇല്ലേ, പിന്നെന്താ, പിന്നെ ദീപാവലിയൊക്കെ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അല്ലേ. അടുത്തത് അക്കൾച്ചറേഷൻ എന്നാണ് കേട്ടോ, ACCU, അക്കൾച്ചറേഷൻ, ACC ഉണ്ട് കേട്ടോ, അക്കൾച്ചറേഷൻ. സാംസ്കാരിക സങ്കലനം, സാംസ്കാരിക സങ്കലനം. അസിമിലേഷൻ ഉണ്ട്, അസിമിലേഷൻ മുമ്പ് ഞാൻ പറഞ്ഞതിൽ ഇവിടെ ഒരു അസിമിലേഷൻ വന്നിട്ട് ഞാൻ അന്നേരം പറഞ്ഞാൽ ശരിയാവുന്നില്ല, കടത്തോട് ഏതിലും ഒരു അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് വെച്ചാൽ സ്വാംശീകരണം എന്നാണ് കേട്ടോ, സ്വാംശീകരണം കേട്ടോ. കൾച്ചറൽ അസിമിലേഷൻ, അതായത് ആറാമത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അസിമിലേഷൻ കേട്ടോ. അതായത് അക്കൾച്ചറേഷനാണ് സങ്കലനം, തിരിഞ്ഞു പോകില്ല കേട്ടോ, ഇപ്പോഴേ അങ്ങ് തിരുത്തിയാൽ. സാംസ്കാരിക സങ്കലനം ആറാമത്തെ ഞാൻ പറഞ്ഞത്, ആറാമത്തെ ചോദ്യം നിങ്ങൾ നമ്പറിട്ട് എഴുതിയെങ്കിൽ, അതായത് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ ഭാഗമായി മാറുകയും അതിലെ പല തനത് ഘടനകളും നിലനിർത്തുകയും ചെയ്യുന്ന സാംസ്കാരിക മാറ്റത്തിന് പറയുന്നത് കൾച്ചറൽ അസിമിലേഷൻ എന്നാണ് കേട്ടോ. Acculturation is the process of learning another culture where partial change into one's own culture happen due to the influence of another culture while many original elements are sustained. മറ്റൊരു സംസ്കാരത്തെ നമ്മൾ പഠിക്കുന്ന പ്രക്രിയയാണിത്. സ്വന്തം സംസ്കാരത്തിന് ഭാഗമായ മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിലും പല തനത് ഘടകങ്ങളും നിലനിർത്താൻ അത് സാധിക്കുന്നു എന്നും എഴുതാം. അത് ഒരെണ്ണം എഴുതിയാൽ ഇത് എഴുതിയാലും ശരിയാട്ടോ. മറ്റൊരു സംസ്കാരത്തെ പഠിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേറൊരാളുടെ സംസ്കാരം കണ്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. സാംസ്കാരിക സങ്കലനം എന്ന് മറ്റൊരു സംസ്കാരത്തെ പഠിക്കുന്ന പ്രക്രിയ കേട്ടോ, മറ്റൊരു സംസ്കാരത്തെ പഠിക്കുന്ന പ്രക്രിയയാണ്. ഇതിൽ സ്വന്തം സംസ്കാരത്തിന്, നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരത്തിന് ഭാഗമായ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെങ്കിലും പല തനത് ഘടകങ്ങളും നിലനിർത്താൻ നമ്മൾ സാധിക്കുന്നു എന്നതാണ്. എന്നാൽ അസിമിലേഷനോ കൾച്ചറൽ അസിമിലേഷൻ എന്നാൽ എന്താണ്? കൾച്ചറൽ അസിമിലേഷൻ ഈസ് വെൻ വൺ കൾച്ചർ ഈസ് അബ്സോർബ്ഡ് ഇൻ ടു എ ഡൊമിനൻ്റ് കൾച്ചർ ആൻഡ് ദ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ദ ഒറിജിനൽ കൾച്ചർ ആർ ഗ്രാജുവലി ലോസ്റ്റ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ വൺ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതണം കേട്ടോ. അതായത് ഒരു സംസ്കാരം പ്രബലമായ മറ്റൊരു സംസ്കാരത്തിലേക്ക് പൂർണ്ണമായിട്ടും ആഗീരണം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ തനതായ സവിശേഷതകൾ ക്രമേണ നഷ്ടപ്പെടുകയും പുതിയ സംസ്കാരം പകരം വയ്ക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാംസ്കാരിക സ്വാംശീകരണം അല്ലെങ്കിൽ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. മലയാളംകാർ അത് എഴുതിയെടുക്കുക, ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കുക കേട്ടോ. കൾച്ചറൽ അസിമിലേഷൻ ഈസ് വെൻ വൺ കൾച്ചർ ഈസ് അബ്സോർബ്ഡ് ഇൻ ടു എ ഡൊമിനൻ്റ് കൾച്ചർ ആൻഡ് ദ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ദ ഒറിജിനൽ കൾച്ചർ ആർ ഗ്രാജുവലി ലോസ്റ്റ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ വൺ. ഒരു സംസ്കാരം പ്രബലമായ മറ്റൊരു സംസ്കാരത്തിലേക്ക് പൂർണ്ണമായിട്ടും ആഗീരണം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ തനതായ സവിശേഷതകളൊക്കെ ക്രമേണ നഷ്ടപ്പെടുകയും പുതിയ സംസ്കാരം പകരം വയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കൾച്ചറൽ അസിമിലേഷൻ അല്ലെങ്കിൽ സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയുന്നത്.
19. വാട്ട് ആർ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ കോസ് കൾച്ചറൽ ചേഞ്ച്? സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങൾ. നമ്മൾ മുമ്പ് കോമ്പണൻസ് പഠിച്ച ഓർമ്മയുണ്ട്. ഓരോന്നും ആ ചോദ്യം നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങൾ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് കൾച്ചറൽ ചേഞ്ചസ് ആൻഡ് കൾച്ചറൽ ഇന്നവേഷൻ ആൻഡ് എൻവിറോൺമെൻറ്റൽ ചേഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ബാഹ്യ ഘടകങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് കൾച്ചറൽ ചേഞ്ചും ആൻഡ് കൾച്ചറൽ ഇന്നവേഷൻസ് ആൻഡ് എൻവിറോൺമെൻറ്റൽ ചേഞ്ച്. സാംസ്കാരിക കണ്ടുപിടുത്തങ്ങളും പാരിസ്ഥിതിക മാറ്റങ്ങളുമാണ് സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. 19. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കുറേ പറഞ്ഞായിരുന്നു. ആദ്യത്തെ നോക്കണേ, ഞാൻ ഓടിച്ചിട്ട് പറയാം, അത് കിട്ടാത്തവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ. ദെയർ ആർ ദ വേർഡ്സ് ഓഫ് അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇൻ ദീസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്താൻ എന്ന പുസ്തകത്തിൽ കുറിച്ച വാക്കുകളാണ് ഈ മുകളിൽ തന്നിരിക്കുന്നത്. ഏതാ നമ്മുടെ ടെസ്റ്റിനകത്തിലാണേ. വാട്ട് ആർ ദ ഡൈവേഴ്സിറ്റീസ് മെൻഷൻഡ് ഹിയർ? എന്തൊക്കെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? നമ്മുടെ ഭാഷ, അതുപോലെ ഉത്സവങ്ങൾ, സംഗീതങ്ങൾ, നൃത്തങ്ങൾ, ആചാരങ്ങൾ, അല്ലേ, ലാംഗ്വേജ്, ട്രഡീഷൻ, റിലീജിയൻ, ഫെസ്റ്റിവൽസ്, കൾച്ചർ. ഇഷ്ടമുള്ള ഏതെങ്കിലും, ഇഷ്ടമുള്ളതല്ല, അതിനകത്തിൽ ഏതെങ്കിലും ഒരു 5 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്ത രണ്ടാമത്തത്, വാട്ട് ഓൾ സിമിലർ ഫീച്ചേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള ആൻഡ് ദ തീജ് ഫെസ്റ്റിവൽ ഇൻ രാജസ്ഥാൻ. കേട്ടോ, അതായത് നമ്മുടെ ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിനുള്ളത്? രാജസ്ഥാനും കേരളയും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആവും ഞങ്ങൾ പറയുന്നത് കേട്ടോ. ശ്രാവണ മാസത്തിലാണ് രാജസ്ഥാനിലെ ഫെസ്റ്റിവൽ കേട്ടോ. ശ്രാവണ മന്ത് സ്വീറ്റ്സ് ഫെസ്റ്റിവൽസ് അറ്റ് റിലേറ്റീവ്സ് ഹൗസ് പുട്ട് സിങ് ന്യൂ ക്ലോത്തും ഒക്കെ. കേരളയിലും എന്താണ്, ചിങ്ങ മാസത്തിലാണ് അല്ലേ, ഓണമാണ് കേട്ടോ. ഓണം പുട്ട് സിങ് ന്യൂ ക്ലോത്ത്സ് സ്വീറ്റ്സ് ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസ് അല്ലേ. അതായത് രാജസ്ഥാനിൽ, ഇതിൻ്റെ മലയാളം എന്താ പറഞ്ഞാൽ, രാജസ്ഥാനിൽ ശ്രാവണ മാസത്തിലാണ് ഈ തീജ് ആഘോഷിക്കുന്നത്. മധുരപലഹാരങ്ങളും മൂഞ്ഞാലും പുതുവസ്ത്രങ്ങളും ബന്ധുവീടുകൾ വിരുന്ന് പോകുകയൊക്കെ എന്താണ് രാജസ്ഥാനിൽ ഈ ഓണം പോലെ ഒരു ഫെസ്റ്റിവലിനകത്ത് കേട്ടോ. ഓണം പോലെ അവരെന്തെല്ലാം ചെയ്യുന്നതെന്നോ. കേരളത്തിലോ ചിങ്ങ മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. പുതുവസ്ത്രം, ഊഞ്ഞാല്, മധുരപലഹാരങ്ങൾ, ബന്ധുവീടുകളിൽ പോകുന്നു. ഇതെല്ലാം നമ്മളും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കേരള? കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് നമ്മുടെ രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത്? രാജസ്ഥാനിലെ പുഷ്കർ മേളയുണ്ട്, ഗജമേള, മാർഷൽ ബ്ലിസ് ലവ് ഡിവോഷൻസ് ബിറ്റ്വീൻ പാർവതി ആൻഡ് ശിവ. കേരളത്തിലോ ബോട്ട് റേസ് ഉണ്ട്, ഫ്ലവർ കാർപ്പറ്റ്, സെലിബ്രേറ്റഡ് 10 days ഹോം കമ്മിങ് ഓഫ് മഹാബലി. ഇവയൊക്കെയാണ്. വല്ല മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ രാജസ്ഥാനിലാണെങ്കിൽ പുഷ്കർ മേള, ഗജമേള, ശിവനും പാർവതിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഏതാണ് രാജസ്ഥാനിലെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കേരളത്തിലോ വള്ളംകളി, പൂക്കളം, 10 ദിവസത്തെ ആഘോഷങ്ങൾ, മഹാബലിയുടെ ഗൃഹപ്രവേശം, ഇവയെല്ലാം എന്താണ് നമ്മുടെ കേരളത്തിൽ ഈ ഓണം എന്നല്ല, ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഓണത്തിന് നമ്മൾ ഉത്രട്ടാതി വള്ളംകളിയുണ്ട്, 10 ദിവസം സ്കൂളിന് അവധിയുണ്ട്, നമ്മൾ അത്തപ്പൂ ഇടുന്നുണ്ട്, മഹാബലിയെ അന്ന് വരവേൽക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇത്രയും നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് നോക്കണേ. അടുത്ത 4-മത്തത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്ലേസിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് എഴുതാനാണ് കേട്ടോ. അത് സ്വന്തമായിട്ട് എഴുതാനാണ്. കൾച്ചർ എന്നാൽ എന്താണ്? കൾച്ചർ, സംസ്കാരം. കൾച്ചർ ഈസ് ദാറ്റ് കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ്സ് നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റം ആൻഡ് എനി അതർ ക്യാപ്പബിലിറ്റീസ് ആൻഡ് ഹാബിറ്റ്സ് അക്വയർഡ് ബൈ മാൻ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. നല്ലപോലെ നോക്കണമെങ്കിൽ സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. മുമ്പത്തെ ബാക്കി നമ്പർ ഇട്ട് എഴുതിക്കോണം കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് സോഷ്യലൈസേഷൻ എന്നാൽ എന്താണ്, സാമൂഹീകരണം എന്നാൽ എന്താണ്. സോഷ്യലൈസേഷൻ ഈസ് ദ ലേണിംഗ് അല്ലേ, ലേണിംഗ് പ്രോസസ്സ് ത്രൂ വിച്ച് വി ലേൺഡ് ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻട്രാക്ട് വിത്തിൻ ദ സൊസൈറ്റി വി ലിവ് ഇൻ അല്ലേ.
നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് സാമൂഹികരണം എന്ന് പറയുന്നത്. കോമ്പോണൻസ് ഓഫ് കൾച്ചർ, സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാം? ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ, സയൻസ് ആൻഡ് സോ ഓൺ ആർ ഓൾ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഓഫ് കൾച്ചർ. കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ്. കൾച്ചർ ഹാസ് മെറ്റീരിയൽ ആണ് നോൺ മെറ്റീരിയൽ എന്നാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭൗതികവുമാണ് ഭൗതികേതരവുമാണെന്ന് പറഞ്ഞു അല്ലേ. മെറ്റീരിയൽ കൾച്ചർ, ഭൗതിക സംസ്കാരം, ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് സോ ഓൺ വിച്ച് ക്യാൻ ബി സീൻ ഓൺ ദ സർഫസ് ആൻഡ് ആർ ടാഞ്ചിബിൾ ആർ ദ കോമ്പോണൻസ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ. അതായത് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവയെല്ലാം ഭൗതിക സംസ്കാര ഘടകങ്ങളാണ്. നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം ഭൗതിക സംസ്കാരത്തിൽ വരുന്നതാണ്. അപ്പോൾ കാണാൻ പറ്റാത്തതോ നോൺ മെറ്റീരിയൽസ് കൾച്ചറാണ്, ഭൗതികേതര സംസ്കാരം. ബിലീഫ്, തോട്ട്, ഐഡിയ ആൻഡ് സോ ഓൺ വിച്ച് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആർ കോമ്പോണൻസ് ഓഫ് നോൺ മെറ്റീരിയൽസ് കൾച്ചർ. പ്രകടമായി നമുക്ക് കാണാൻ കഴിയാത്തതോ, ഇപ്പോൾ ഒരാളോടൊരു ഇഷ്ടമുണ്ട് അല്ലേ, ഒരാളോടൊരു ദേഷ്യമുണ്ട്, നമുക്കത് എത്രയാണെന്ന് അളവ് വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല. പ്രകടമായി കാണാൻ കഴിയാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മുതലായവ ഭൗതികേതര സംസ്കാരങ്ങളിൽ വരുന്നതാണ്. തിരിഞ്ഞു പോകല്ലേ, നമ്മുടെ സംസ്കാരം രണ്ട് കോമ്പോണൻസ് ആണ്. അത് കൾച്ചറും മെറ്റീരിയലും നോൺ മെറ്റീരിയലുമാണ്. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, നോൺ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും നിങ്ങളുടെ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഇപ്പോൾ കാണാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എഴുതുക, കാണാൻ പറ്റാത്തതൊക്കെ നോൺ മെറ്റീരിയലുമാണ്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജ് ആർ പ്രിൻറ്റഡ് ഓൺ അവർ കറൻസി നോട്ട്. 15 ആവും നിങ്ങൾ കേട്ടോ, 15. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജസ് ആർ പോയിന്റഡ് ഓൺ അവർ കറൻസി നോട്ട്. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ടെന്ന് ചോദിച്ചാൽ 15 കേട്ടോ. എൻക്വയറി അബൌട്ട് വിച്ച് ലാംഗ്വേജ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 22 22. അതായത് നമ്മുടെ കറൻസി നോട്ടുകളിൽ കറൻസിയുടെ മൂല്യം 15 ഭാഷകളിലാണ് അച്ചടിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ 8ാം ഷെഡ്യൂളിൽ ആകെ 22 ഭാഷകളെ അംഗീകരിച്ചിരിക്കുന്നു. ഇവയെ പലപ്പോഴും ഷെഡ്യൂൾ ഭാഷകൾ എന്നാണ് വിളിച്ചിരുന്നത്. 22 ഭാഷയാണ് കുഞ്ഞുങ്ങളെ അംഗീകരിച്ചിരിക്കുന്നത് കേട്ടോ. അതിന് ഏത് ഭാഷയാണ്? ഷെഡ്യൂൾ. അതായത് 8th ഷെഡ്യൂൾ കണ്ടോ, ഞാൻ അത് പറഞ്ഞതാണ് എഴുതിയേക്കുന്നത്. 8 ഷെഡ്യൂൾസ് ലിസ്റ്റിൽ 22 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ് ദാൻ ക്യാൻ ബി യൂസ്ഡ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് കണ്ടോ. ഇവയെ പലപ്പോഴും ഷെഡ്യൂൾസ് ഭാഷകൾ എന്ന് വിളിച്ചിരിക്കുന്നു. ഹിന്ദി അത് ദേവനാഗരി ലിപിയിലാണ് കേട്ടോ. യൂണിയന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് നിയുക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു. 8ാം ഷെഡ്യൂളിൽ ഈ 22 ഭാഷകൾക്ക് ഔദ്യോഗിക അംഗീകാരവും പ്രോത്സാഹനവും നൽകിയിരുന്നു എന്നതാണ്. ഏതൊക്കെയാണെന്ന് നോക്കണേ. ആസാമീസ് ഉണ്ട്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, മൈഥിലി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, സന്താലി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു ഇവയെല്ലാം ഈ 22 ഭാഷകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ഹിന്ദി ഉണ്ട് അതിനകത്തിൽ, ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷാണ് നമ്മൾ പറഞ്ഞത്. ഇംഗ്ലീഷ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് കൂടുതലും ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് 22. നമ്മുടെ ചോദ്യം 22. പിന്നെ കറൻസി നോട്ടിൽ 15. ഓക്കെ, സംസ്കാരത്തിൻ്റെ സവിശേഷത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ. കൾച്ചർ ഈസ് ലേൺഡ്, കൾച്ചർ ഈസ് ഷെയർഡ്, കൾച്ചർ ഈസ് സിംബോളിക്, കൾച്ചർ ഈസ് ഡൈനാമിക്, കൾച്ചർ ഈസ് കസ്റ്റമറി. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇത് തന്നെയാണ് തോന്നുന്നത് അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ ഏറ്റവും പ്രധാനപ്പെട്ട 3 പഠിക്കണമെന്ന്. പക്ഷേ 5 തന്നെ ഇത് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ. ഇതൊന്നും പഠിക്കേണ്ട, ഇത് പഠിച്ചാൽ പോരെ. ലേൺഡാണ്, ഷെയർഡാണ്, സിംബോളിക്കാണ്, ഡൈനാമിക്കാണ്, കസ്റ്റമറിയാണ്. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്, സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്, സംസ്കാരം പ്രതീകാത്മകമാണ്, സംസ്കാരം ചലനാത്മകമാണ്, സംസ്കാരം സാമ്പ്രദായികമാണ്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫോർ ഓണം സെലിബ്രേഷൻസ്? ഓണ സെലിബ്രേഷൻ നമ്മൾ എന്തൊക്കെയാണ്? സദ്യ ഉണ്ട്, അത്തപ്പൂണ്ട്, ഊഞ്ഞാലുണ്ട്, ഓണപ്പാട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാരണം എഴുതിക്കോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? ഒന്നുകിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ ഒക്കെ കയ്യിൽ നിന്ന്, അല്ലെ പുസ്തകത്തിൽ നിന്നും ഒക്കെയാണ് അല്ലേ. ഇനി മുമ്പ് നമ്മൾ പറഞ്ഞാണ് കൾച്ചറേഷൻ ഇപ്പം നാക്കൂരി പോയി. എൻകൾച്ചറേഷൻസ് അല്ലേ, സാംസ്കാരിക മാർജിക്കൽ എന്നാൽ എന്താണ്? എൻകൾച്ചറേഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ലേണിംഗ് ആൻഡ്
ഹാബിച്വലൈസിങ് ദെയർ ഓൺ കൾച്ചർ. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സാംസ്കാരിക മാർജിക്കൽ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിച്ചെടുത്ത ചില സാംസ്കാരിക രീതികൾ എന്തൊക്കെയാണെന്ന്. നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ നമസ്തേ പറയുന്നു അല്ലേ, സെയിം നമസ്തേ. ദേശീയഗാനം ആലോചിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്റ്റാൻഡിങ് അപ്പ് ഡ്യൂറിങ് ദ നാഷണൽ ആന്തം. മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു അല്ലേ, സ്റ്റാൻഡിങ് അപ്പ് വെൻ എൽഡേഴ്സ് കമ്മ്. ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അവിടെ എഴുതാം കേട്ടോ, ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ പാഠത്തിനകത്ത് കൂടുതലും വന്നിട്ടുള്ളത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പീപ്പിൾസ് from all sections of society sit together and have food അല്ലേ. ഫുഡ് will be served on banana leaf. Dishes of all the taste will be served. എല്ലാ രുചികളിലുമുള്ള വിഭവങ്ങൾ വിളമ്പുകയും ചെയ്യുന്നു. അത് വാഴയിലയിലാണ് നമ്മൾ ഓണത്തിന് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. 16. 17. വാട്ട് ആൾ സിംബൽസ് ഡു യു നോ ദാറ്റ് റെപ്രസെൻറ്റ്സ് അവർ നാഷണലിസം. നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങൾ നമുക്ക് അറിയാൻ പറ്റും? അത് ഒരുപാടുണ്ടോ കുഞ്ഞുങ്ങളെ? നോക്കിയേ, നാഷണൽ ആന്തം ഉണ്ട്, നാഷണൽ ഫ്ലാഗ് ഉണ്ട്, പാട്രിയോട്ടിക് സോങ് ഉണ്ട് അല്ലേ, ദേശീയ പതാകയുണ്ട്, നമുക്ക് ദേശീയ ഗാനമുണ്ട്, ദേശീയ സ്മാരകങ്ങളുണ്ട്, ദേശീയ ചിഹ്നങ്ങളുണ്ട്, ദേശീയ മൃഗമുണ്ട്, ദേശീയ പക്ഷിയുണ്ട്, ദേശീയ പുഷ്പമുണ്ട്. ഇതൊക്കെ അറിയാവോ? These picture indicate the modern trends in marriage. Grandmother has mentioned the changes in marriage ceremonies. What are they? വിവാഹ ചടങ്ങുകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി സൂചിപ്പിച്ചില്ലേ? എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ വന്നത്? വിവാഹ സൽക്കാരങ്ങൾ, മാര്യേജ് റിസപ്ഷനുകൾ വന്നു ഇപ്പോൾ ഇല്ലേ, മെഹന്തി ഡീൽ വന്നു, ഹൽദി വന്നു, ഡാൻസുകൾ വന്നു. പണ്ട് ഇത് വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല അല്ലേ. വീട്ടുകാർക്ക് മൊത്തം ടെൻഷൻ ആയിരിക്കും, എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് കല്യാണം കഴിച്ച് വിടുന്നത് ഇല്ലേ, ഇത്ര സ്വർണം പറഞ്ഞാൽ അത് എങ്ങനെ ഒപ്പിക്കും അല്ലേ. സാധാരണക്കാരെല്ലാം ആ ഒരു ചിന്തകളായിരിക്കും. അയ്യോ ഇപ്പം 20 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 30 പവൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, ഇത് എങ്ങനെ കൊടുക്കുമെന്നുള്ള ടെൻഷനും. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വേണ്ടപ്പെട്ട അടുത്ത വീട്ടുകാർ വന്ന് എന്ത് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചുറ്റുവട്ടം ഉള്ളവരും അവിടെയൊക്കെ ഉള്ളവരും എല്ലാം കൂടെ കൂടി ആഹാരം തയ്യാറാക്കുന്നു. എങ്ങനെ ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് വിടാം എന്നുള്ള ഒരൊറ്റ ഇതാണ്. പക്ഷെ ഇന്നോ എങ്ങനെ കാശ് നമ്മൾ അടിച്ചു പൊളിക്കാവുന്നുള്ളതാണ് അല്ലേ. എന്താണ്, കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് കുറേ കാശ് പൊട്ടും അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് എന്താണ്, മെഹന്തി, ഹൽദി, എന്തൊക്കെയാണ് അതിന് ചേർന്ന ഡ്രസ്സുകൾ, അതിന് ചേർന്ന ഓർണമെൻറ്റ്സുകൾ അല്ലേ, ഏതൊക്കെ തരത്തിലാണ്. ഓക്കെ, തെയ്യത്തിൻ്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളെക്കുറിച്ച് വായിച്ചത് എന്തൊക്കെയാണ്? ഇനി നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് തെയ്യം എന്ന് പറയുന്നത് അല്ലേ. യു ഹാവ് റീഡ് അബൌട്ട് ദ കസ്റ്റംസ് റിലേറ്റഡ് ടു പെർഫോമൻസ് ഓഫ് തെയ്യം. വാട്ട് ആർ ദേ? പിന്നെ ഏതൊക്കെ തെയ്യത്തിൻ്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളെക്കുറിച്ചാണ്. അടയാളം കൊടുക്കൽ കേട്ടോ, അടയാളം കൊടുക്കലുണ്ട്, വ്രതമുണ്ട്, കാവുണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിൽ തെയ്യത്തിൻ്റെ ഒരു ബോക്സ് കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ, അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് വടക്കൻ കേരളത്തിൽ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. ഈ തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ചിട്ട് തെയ്യം കെട്ടുന്ന ആള് കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. ഈ തെയ്യം കെട്ടുന്ന ആള് 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, രാവിലെയും വൈകിട്ടും കുളിക്കണം. പിന്നെ മത്സ്യം, മത്സ്യം ഓൺലി വെജിറ്റബിൾസ് അല്ലേ, അവർ മറ്റൊന്നും കഴിക്കത്തില്ല. പിന്നെ ഒരുപാട് കണ്ടീഷനുകളുണ്ട് അല്ലേ. അതാണ് ഈ വ്രതം എന്ന് ഉദ്ദേശിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും ഈ തെയ്യം ആടുന്നത്. തെയ്യം ഈസ് എ കസ്റ്റമറി ആർട്ട് ഓഫ് ഫോം ഓഫ് ഫ്രം നോർത്തേൺ കേരള. ദ ഫസ്റ്റ് റിച്വൽ ഇൻ തെയ്യം ഈസ് അടയാളം കൊടുക്കൽ, വിച്ച് ഇൻവോൾവ് ഷെഡ്യൂളിംഗ് ദ ഡേറ്റ് ഫോർ എ തെയ്യം ആർ പ്രിപ്പയറിംഗ് ഇൻ ദ ആർട്ടിസ്റ്റ് ടു ഡൺ ദ കസ്റ്റംസ് അല്ലേ. ദ ആർട്ടിസ്റ്റ് പെർഫോമിംഗ് തെയ്യം observe വ്രതം for 1 to 7 days. Them is performed at കാവ് ആൻഡ് അവർ പ്ലേസ് 1 a year. വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടി ആടുന്നത് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലുണ്ട് തെയ്യത്തെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഫെസ്റ്റിവൽ അല്ല അത്, കറക്റ്റ് ഇതൊരു കലയാണല്ലേ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അടുത്ത പേജ് നമ്പർ 69 നോക്കിക്കേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു, കൾച്ചറിൻ്റെ അല്ലേ. കൾച്ചറൽ ലേൺഡാണ്, കസ്റ്റമറിയാണ്, സിംബോളിക്കാണ്, ഷെയറാണ്, ഡൈനാമിക്കാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ലേൺഡ് ആണെങ്കിൽ കസ്റ്റം ഓഫ്
പടയണിയുടെ കസ്റ്റംസ് ഓഫ് പടയണി അല്ലേ, പടയണിയുടെ ചടങ്ങുകൾ. കസ്റ്റമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് അത്തപ്പൂക്കളം. ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ കേട്ടോ. സിംബോളിക് ആണെങ്കിൽ വൈറ്റ് സിഗ്നിഫൈങ് സ്പേസ്, സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ള നിറമാണ്. പിന്നെ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഇവന്റ് മാനേജ്മെന്റ്. ഡൈനാമിക് എന്ന് വെച്ചാൽ ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാവിങ് ഓണം ഫീസ്റ്റ് ടുഗദർ, എല്ലാ വിഭാഗം ജനങ്ങളിലും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ. ഇതൊക്കെ വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കി ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ തന്നു. ഇതിനകത്തിൽ വാരി വലിച്ചൊന്നും ഞാനൊന്നും എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ, കാരണം അധികം ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നും തന്നിട്ടില്ല. പ്രധാനപ്പെട്ടത് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് തന്നിരിക്കുന്നത്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. കൂടുതൽ ഈ ടെസ്റ്റ് നല്ലപോലെ വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. ടെസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ടെസ്റ്റിനകത്തിൽ കേട്ടോ. അപ്പോൾ ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.